സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 18-ാം ദിവസത്തെ ലഘുപ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാണ്ഡത്തിൽ രാവണ മാരീച സംഭാഷണം എന്ന ഒരു ഭാഗമുണ്ട്. അവിടെ രാവണൻ മാരീചനെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. തൻ്റെ സഹോദരിയായ ശൂർപ്പണഖയ്ക്ക് വന്നുപെട്ട ദുരന്തവും ഖരദൂഷണ ത്രിശിരാക്കളെയൊക്കെ രാമൻ കൊന്നുകളഞ്ഞതും അതിന് കാരണക്കാരിയായിട്ടുള്ള സീതാദേവിയെ നീ ഒരു പൊന്മാനിൻ്റെ വേഷത്തിൽ അവിടെ എത്തി മോഹിപ്പിക്കണം, തുടർന്ന് രാമലക്ഷ്മണന്മാരെ ദൂരെ താക്കി കഴിയുമ്പോൾ ആ വാമഗാത്രിയെ ഞാനിങ്ങ് കൊണ്ടുപോരും എന്ന് രാവണൻ പറയുന്നു. മാരീചന് ശ്രീരാമൻ്റെ അടുത്ത് നിന്നുള്ള ഒരനുഭവം ആദ്യമേ തന്നെയുണ്ട്. കാരണം വിശ്വാമിത്രൻ്റെ യാഗരക്ഷയുമായി ബന്ധപ്പെട്ട് അന്ന് മാരീചൻ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആശ്രയിച്ചാണ് രക്ഷപ്പെട്ടത്. അന്നു മുതൽ മാരീചൻ ഭക്തനാണ്. മൗനവും പൂണ്ട് ജടാവൽക്കലാദിയും ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ച് ഉള്ളിൽ രാമരാമ ഇത് ജപിച്ചുറച്ച് സമാധി പൂണ്ട് ആമോദത്തോടെ മരുവീടുന്ന മാരീചൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന മാരീചനോടാണ് രാവണൻ ചെന്ന് ഈ ആവശ്യം പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് മാരീചൻ വളരെ ഭയമുണ്ടായി. കാരണം ഇനിയും പോകേണ്ടത് ശ്രീരാമന്റെ സമീപത്തേക്കാണ്. എന്നിട്ട് മാരീചൻ രാവണനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്റെ മൂലനാശത്തിന് കാരണമായ ഈ കാര്യം നിന്നോട് പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ ശത്രുവായിരിക്കും. കാരണം നീ ഇല്ലാതെയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ഒരു ഉപദേശം നിനക്ക് തന്നിട്ടുള്ളത് എന്ന് മാരീചൻ രാവണനോട് പറയുകയാണ്. നിനക്ക് നല്ലത് ഞാൻ ഉപദേശിച്ചു തരാം. എന്തായാലും ഈ പ്രവർത്തിക്കാൻ ഒരുമ്പെട്ടത് ഒരിക്കലും നല്ലതല്ല. ഈ രാമനെന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയാണ്, ശ്രീനാരായണനാണ്. ഓരോരോ വൃത്താന്തങ്ങൾ നാരദൻ തുടങ്ങിയുള്ള മുനിശ്രേഷ്ഠന്മാരൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല അറിവുണ്ട്. ബ്രഹ്മാവ് പണ്ട് പ്രാർത്ഥിച്ചതനുസരിച്ച് പത്മലോചനനായ മഹാവിഷ്ണു ഇവിടെ മനുഷ്യരൂപത്തില് അവതരിക്കുകയും അങ്ങനെ പങ്ക്തികന്ധരനായ നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് രാമൻ ഇവിടെ അവതാരം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ രാമനോട് ഏറ്റുമുട്ടുന്നത് ശരിയല്ല. ആ രാമൻ കേവലം മനുഷ്യനല്ല, സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സേവിക്കുക. നീ പോയി നിന്റെ ലങ്കയിൽ പോയി സുഖമായിട്ട് അവിടെ വസിക്കുക. അപ്പം ഇത് മാരീചൻ്റെ ആശ്രമത്തിൽ ചെന്നാണ് ഇതെല്ലാം രാവണൻ ആവശ്യപ്പെടുന്നത്. ഭഗവാൻ പരമകാരുണികനാണ്, ജഗന്നാഥനാണ്, ഭക്തവത്സലനാണ് എന്നൊക്കെ മാരീചൻ പറഞ്ഞു. ഇത് കേട്ട് രാവണൻ പറയുകയാണ്, നീ പറഞ്ഞതെല്ലാം നേരാണ് മാരീച, പറഞ്ഞതെല്ലാം നേരാണ്. ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു. ശ്രീനാരായണൻ ശ്രീ മഹാവിഷ്ണു അരവിന്ദോദ്ഭവനായ താമരയിൽ ഉദ്ഭവിച്ചവനായ ബ്രഹ്മാവിനോട് സത്യം ചെയ്തിട്ടുണ്ട്, മർത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ വരുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ മർത്യവേഷത്തിൽ വന്ന് എന്നെ കൊല്ലുക തന്നെ ചെയ്യും. സത്യസങ്കല്പനാണല്ലോ ഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ പോയി വെറുതെ ഇരുന്ന കാര്യമുണ്ടോ? എന്നെ കൊന്നല്ലേ പറ്റൂ. അപ്പൊ അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്.
ഇനി അങ്ങനെ അല്ലാതാക്കി തീർക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ ഇനി പോയി ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചാലും, ഞാൻ പോയി കൊട്ടാരത്തിൽ സുഖമായിട്ടങ്ങ് ഇരിക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല എങ്കിലും ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കണ്ടേ? അതിന് ആരെ കൊണ്ട് പറ്റും? അതുകൊണ്ട് അത് തന്നെ വേണം. ഓ, എന്തായാലും മാരിയ, നിന്റെ അജ്ഞാനം ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ഞാൻ ഒന്നുകൊണ്ടും അടങ്ങത്തില്ല. നീ പോണം പൊന്മാനായിട്ട്, എനിക്ക് മൈഥിലിയെ കൊണ്ടുപോരണം. പെട്ടെന്ന് തന്നെ പോയി പൊന്മാനിന്റെ വേഷത്തിൽ ചെന്ന് രാമലക്ഷ്മണന്മാരെ അവിടെ നിന്ന് അകറ്റുക. ആ സമയത്ത് ഞാൻ സീതാദേവിയെ തേരിലേറ്റിക്കൊണ്ട് ഇങ്ങ് പോരും. പിന്നെ നീ വന്ന് സുഖമായിട്ട് ഇവിടെ പഴയതുപോലെ താമസിച്ചോ. ഇനി നീ മറുത്തു വല്ലോം പറഞ്ഞാൽ എൻ്റെ വാളിന് ഊണാക്കും നിന്നെ. എൻ്റെ ചന്ദ്രഹാസം നിന്റെ കഴുത്ത് ഛേദിക്കും. ഇത് കേട്ടപ്പോൾ മാരീചൻ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. ഞാന് പോയാൽ രാമൻ എന്നെ കൊല്ലും. ആദ്യം എന്നെ ഒരു പ്രാവശ്യം വെറുതെ വിട്ടതാണ്. ഇനി പോയില്ലെങ്കിൽ ആര് കൊല്ലും? രാവണൻ കൊല്ലും. രണ്ടായാലും മാരീചന് മരണം ഉറപ്പാണ്. ഇനി മാരീചന് തീരുമാനിക്കാം ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന്. മാരീചൻ എന്തായാലും ഒരു തീരുമാനം എടുത്തു. എന്താണ്? നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. അപ്പോ ദുഷ്ടന്മാരുടെ ആയുധമേറ്റ് മരണം വരിച്ചാൽ ഞാൻ പോയി നരകത്തിൽ കിടക്കേണ്ടി വരും. ദുഷ്ടനാണ് രാവണൻ. രാവണന്റെ കൈകൊണ്ട് മരിച്ചാൽ ഞാൻ പോയി നരകത്തിൽ കിടക്കേണ്ടി വരും. അതിൽ ഭേദം രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് നല്ലത്, അല്ലേ? രാമസായകമേറ്റു മരിച്ചാൽ എന്താണ്? പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്ന് ചിന്തിച്ചിട്ട് മാരീചൻ എന്ത് ചെയ്തു? ആമോദത്തോടെ പോവുകയാണ്. അങ്ങ് ആജ്ഞാപിച്ചു ഉള്ളൂ, ഞാൻ പിന്നെ അങ്ങോട്ട് പോവാം. അപ്പൊ ഇവിടെ മാരീചന്റെ ആ ഒരു ചിന്ത, നമ്മളെപ്പോഴും ആരുമായിട്ട് വേണം ഇടപെടാൻ, ആരോടൊപ്പം നിൽക്കണം. അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്തായിക്കോട്ടെ, പക്ഷെ നിൽക്കുന്നത് നന്മയുള്ളവരുടെ ഒപ്പം നിൽക്കണം. രാവണനോടൊപ്പം നിന്നാലും മാരീചൻ മരിക്കും, ശ്രീരാമന്റെ സമീപത്തേക്ക് പോയാലും മരിക്കും. അപ്പൊ എന്തായാലും ഭഗവാന്റെ സമീപം നിന്ന് മരിക്കാം, മോക്ഷം കിട്ടുമല്ലോ. ഈ ദുഷ്ടന്റെ ആയുധമേറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഒരു കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. പലപ്പോഴും നമ്മളെ തെറ്റിന് പ്രേരിപ്പിക്കും പലരും. അപ്പോഴൊക്കെ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണം, നമ്മളുടെ മനസ്സ് ഏത് പക്ഷത്തായിരിക്കണമെന്ന് ചിന്തിച്ചാൽ നന്മയുടെ പക്ഷത്ത് തന്നെ ആയിരിക്കണം. നന്മയുടെ പക്ഷത്ത് തന്നെ ആയിരിക്കണം. എവിടെയാണോ സജ്ജനങ്ങളുള്ളത് അവരോടൊപ്പമായിരിക്കണം. ഇന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ നന്മയുണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ നന്മയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എങ്കിലും സാഹചര്യം കൊണ്ട് തിന്മയോടൊപ്പം നിൽക്കേണ്ട ഗതികേട് പലപ്പോഴും സനാതനധർമ്മികൾക്ക് ഉണ്ടാവാറുണ്ട്. ധർമ്മ വിരുദ്ധന്മാരോടൊപ്പം കൈകോർക്കേണ്ടതായിട്ടും വരും. അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെയെങ്കിലും സമ്മതിച്ചു കൊടുക്കേണ്ടിയും വരും. കാരണം നമ്മളുടെ നിലനിൽപ്പാണ് പ്രശ്നം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ നിലനിൽപ്പിന് അധർമ്മപക്ഷചാരികളോടൊപ്പം അല്ലെങ്കിൽ അധർമ്മപക്ഷത്തോടൊപ്പം പലപ്പോഴും നിലകൊള്ളേണ്ടതായിട്ട് വരുന്നു. ഇത് നമ്മളെല്ലാവരും വളരെയധികം ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ പിന്നെ അധർമ്മികളോടൊപ്പമാണോ നമ്മളുടെ സഞ്ചാരം, ധർമ്മികളോടൊപ്പമാണോ? നമ്മളോടൊപ്പം നിൽക്കുന്നവർ, അതിന് ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ സംഘടനകളോ എന്തോ ആയിക്കോട്ടെ, അവരൊക്കെ ധർമ്മവിരുദ്ധ പക്ഷത്താണ് എങ്കിൽ അവരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണം, അവരിൽ നിന്ന് മാറി നിൽക്കണം. ധർമ്മപക്ഷത്ത് ചിലപ്പോൾ 4-5 പേരെ ഉണ്ടാവും, പക്ഷെ അധർമ്മപക്ഷത്ത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ അധർമ്മപക്ഷത്ത് നിൽക്കണോ ധർമ്മപക്ഷത്ത് നിൽക്കണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ അധർമ്മികളായ കൗരവന്മാർ 100 പേരുണ്ട്, ധർമ്മിഷ്ഠന്മാരായ പാണ്ഡവർ 5 പേരേ ഉള്ളൂ. എണ്ണം കൊണ്ടല്ല നമ്മൾ ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ച് കാണേണ്ടത്, എണ്ണം അവിടെ ഒരു വിഷയവുമല്ല. അപ്പോൾ അതുകൊണ്ട്
ധർമ്മപക്ഷത്ത് വളരെ കുറച്ചുപേരേ ഉള്ളൂ എങ്കിലും നമ്മളൊപ്പം എപ്പോഴും നിൽക്കേണ്ടത് ധർമ്മപക്ഷത്ത് തന്നെയാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഊർജം മുഴുവൻ, കഴിവ് മുഴുവൻ അധർമ്മികൾക്ക് വേണ്ടി പലപ്പോഴും ചെലവഴിക്കാറുണ്ട്. ധർമ്മവിരുദ്ധ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മുടെ ഊർജമെല്ലാം ചെലവഴിക്കും. എന്നിട്ട് തീരെ വയ്യാതാവുമ്പോൾ മാത്രമാണ് താനൊക്കെ ചെയ്തു കൂട്ടിയത് ശരിയല്ലായിരുന്നു എന്നും ധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണം മുൻതൂക്കം കൊടുക്കേണ്ടത്, ധർമ്മപക്ഷത്ത് നിൽക്കണമെന്നും ഒക്കെ പിന്നീട് നമുക്ക് തോന്നിയിട്ട് വലിയ കഥയൊന്നുമില്ല. അപ്പോഴേക്ക് നമ്മുടെയൊക്കെ ആരോഗ്യം പൂർണ്ണമായി ക്ഷയിച്ചു പോയിരിക്കും, ഊർജം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ നമുക്ക് ധർമ്മത്തെക്കുറിച്ച് ബോധമുണ്ടാവുന്നത് ആ സമയത്ത് ധർമ്മപക്ഷത്തേക്ക് തന്നെ നിലകൊള്ളണം. അവിടെ മരണമോ അല്ലെങ്കിൽ വലിയ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടിയില്ല എങ്കിൽ പോലും, ചിലപ്പോൾ മരണമായിരിക്കും കിട്ടുന്നത്, നമ്മളെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കണ്ടുകൂടാതായെന്നിരിക്കും, എന്നാലൊന്നും പ്രശ്നമില്ല. കാരണം ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. മനസ്സുകൊണ്ട് പോലും അധർമ്മപക്ഷ ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മൾ വളരെ കാലിക പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഇവിടെ മരീചൻ അധർമ്മപക്ഷത്ത് നിന്ന് ധർമ്മപക്ഷത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഓരോരുത്തരും നമ്മളുടെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒക്കെ അധർമ്മികളോടൊപ്പമാണ്, അധർമ്മം ചിന്തിക്കുന്നവരോടൊപ്പമാണ്, സനാതനധർമ്മത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്നവരോടൊപ്പമാണ് നമ്മുടെ മനസ്സെങ്കിൽ ഈ നിമിഷം തന്നെ അത് മാറി ധർമ്മപക്ഷത്തിനോടൊപ്പം നമ്മൾ അണിചേരണം. കാരണം എന്താണ്? സത്യം വദ ധർമ്മം ചര. വളരെ കാലിക പ്രസക്തമായ കാര്യം. ഇനി വീണ്ടും നമുക്ക് നാളെ ഇത് തുടരാം. ഇന്നത്തെ വിശകലനം പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.